ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരുത്തനും ഉത്തരം പറയാൻ വന്നില്ലല്ലോ ഒരാളും. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണോ? ആണ് എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും CPM നേതാവിനുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായിട്ട് കണക്കാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴും ഈ വൃത്തികെട്ട വർഗീയ പ്രചരണം നടത്തും. താങ്കൾ ചോദിച്ച ചോദ്യമില്ലേ, അതിൻ്റെ മറുപടിയാണ്. പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ കൂടെ വിലയിരുത്തലായി നോക്കിക്കും. പക്ഷെ സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. മിണ്ടിയിട്ടില്ല ഒരാൾ 24 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചിട്ട്. അതിനുള്ള മറുപടി ഇത്. ഈ വർഗീയ പ്രചരണം എന്തൊരു നാണം കെട്ട പാർട്ടിയാണിത്. മറ്റൊരു കാര്യം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി BJP ഭാഗത്ത് തെറ്റായ പ്രചരണമാണ്. BJPയുടെ ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം സന്ദീപ് വാര്യരുടെ അല്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ. അതുമാത്രമല്ലല്ലോ, BJPയിലുണ്ടായ ആന്തരിക പ്രശ്നങ്ങൾ മാത്രമല്ല, അത് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ടാവും. അദ്ദേഹം ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിടുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ ചേർന്ന് പ്രവർത്തിക്കും. അതിൻ്റെ ഇത്രയും വലിയ പ്രശ്നം. RSSകാർ CPMകാരെ ആയിട്ട് ആക്രമണം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ണൂർ ഇപ്പം ഇല്ല, ഇപ്പോൾ സെറ്റിൽമെൻറ്റാണ്. ഇപ്പോൾ 10 കൊല്ലം ആയിട്ട് ഒരു കുഴപ്പമില്ല, ഒരു വഴക്കുമില്ല. ഉണ്ടായിരുന്ന കാലത്ത് RSS അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് CPM ആരോപിച്ച അന്നത്തെ ഏറ്റവും വലിയ കണ്ണൂരിലെ RSS നേതാവ് OK വാസുവിന് കഴുത്തിൽ ഷോൾ അണിയിച്ച് താമര ഇതളുകൾ വിതറി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത ആളാണ് ഈ പിണറായി വിജയൻ. അതാണ് ഏത് CPMകാരെ, പാവപ്പെട്ട CPM പ്രവർത്തകരെ കൊന്നൊടുക്കാൻ RSSന് നേതൃത്വം കൊടുത്തുവെന്ന് അന്നത്തെ CPM നേതാക്കൾ ആക്ഷേപിച്ച ആളെ CPMൽ കൊണ്ടുവന്ന ആളാ. ഈ സന്ദീപ് വാര്യർ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇന്ന് തന്നെ പ്രചരണത്തിൽ വ്യാജമായ കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞല്ലോ, വ്യാജമായ കാര്യങ്ങൾ വരെ കുത്തി നിറച്ചിരിക്കുകയാണ്. അത്ര വർഗീയതയാണ്, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് CPMൻ്റെ. അതിന് തിരിച്ചടി കിട്ടും ഉറപ്പല്ല. അതൊരു മെസ്സേജ് അല്ലേ? വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു കാലത്ത് BJPയുടെ മുഖവും നാവുമായിരുന്ന ഒരാൾ ഞാനിനി അതിനില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്യുക, കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ്. സന്ദീപ് വാര്യരെടുത്ത തീരുമാനത്തെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇവർക്കാണ് BJPയുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ കൂട്ടക്കരച്ചിലാണ് CPMൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. എന്തൊരു കരച്ചിലാണ്! ഈ OK വാസുവിനെ മാലയിട്ട് സ്വീകരിച്ച പിണറായി വരെ കരച്ചിലല്ലേ? സന്ദീപ് വാര്യർ വന്നു മനസ്സിലായില്ലേ? ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ പലരും.